പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ അടുത്ത് നിൽക്കുന്നത് വെറും ഒരു മനുഷ്യനല്ല. അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ ഒരു കരുത്തുറ്റ സേനാധിപതിയാണ്. ഞാനവരെ ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്. സാലി എന്ന സലാഹുദ്ദീൻ. അദ്ദേഹം നെന്മാറ സ്വദേശിയാണ്, എൻ്റെ സുഹൃത്താണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കലാകാരൻ കൂടിയായ, തൃശ്ശൂർ നിന്നും ഒരാവശ്യത്തിനായി നമ്മളെ നേരിട്ട് വന്ന് കാണുകയാണ്. അദ്ദേഹം ബാംഗ്ലൂർ ന്യൂറോ സർജനായി വർക്ക് ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ. കേണൽ ബിജു എബ്രഹാം. അദ്ദേഹം നമ്മളെ ആദരിക്കുന്നതിന് വേണ്ടി ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കേരളം വിടേണ്ടതുണ്ട്. എന്നിരുന്നാലും 8:20 അദ്ദേഹത്തിൻ്റെ ആദരവ് എൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിന് വഴി തുറന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സാലിയാണ്. സാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാലി ഇന്ന് ഇന്ത്യൻ മിലിറ്ററിയുടെ മുഖമാണ് എന്ന് തന്നെ പറയാം. കാരണം സ്കാനിയ എന്നുള്ള ഒരു ന്യൂസ് മലയാള മനോരമയിൽ വന്നിരുന്നു. സ്കാനിയ എന്നുള്ളത് ജൂലൈ 20 കാർഗിൽ യുദ്ധത്തിലെ പ്രധാന ഉപകരണങ്ങൾ കാർഗിൽ മലനിരകളിലേക്ക് കൊണ്ടുപോകുന്ന ദൗത്യമായിരുന്നു ശ്രീ സാലിക്ക്. അദ്ദേഹം മിലിറ്ററി ട്രക്ക് ഡ്രൈവറായിരുന്നു. വലിയൊരു ഉയരത്തിൽ വെച്ച് സ്കാനിയ എന്നുള്ള വണ്ടിയുടെ ബ്രേക്ക് ഡൗണായി അതിലെ പ്രധാന ജവാന്മാരെല്ലാം ചാടി രക്ഷപ്പെട്ടപ്പോഴും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ അത് ഇറക്കി നമ്മളുടെ യുദ്ധോപകരണത്തിനോ വണ്ടിക്കോ അപകടം പറ്റാത്ത രീതിയിൽ സ്കാനിയ എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡ് ലോകത്തിന് ഉയർത്തുന്ന മാതിരി അദ്ദേഹം ഒരു വലിയൊരു ധൈര്യം കാണിച്ചതിനെ തുടർന്ന് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ന്യൂസ് ലഫ്റ്റനൻറ്റ് ജനറൽ VK അലുവേലിയ എഴുതിയ എ ജനറൽ ഒഡിസി ഗിവിങ് അപ്പ് ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ എന്ന ഇന്ത്യൻ മിലിറ്ററിക്കാർക്കിടയിൽ വിതരണം ചെയ്യുന്ന സർക്കുലേറ്റഡ് ബുക്ക് ആൻഡ് ആൾസോ സെൻട്രൽ ഗവൺമെൻറ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, കൂടാതെ പ്രധാനമന്ത്രിയുടെ ലൈബ്രറി ശേഖരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ബുക്കുകൾ, അതിൽ ഒരു 10 പേജ് ശ്രീ സാലിയെക്കുറിച്ചും സ്കാനിയെക്കുറിച്ചുമാണ്. സാലി മിലിറ്ററിയിൽ നിന്ന് വിടുന്നു, നാട്ടിലേക്ക് വരുന്നു. സാലിക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിന് പേരിടാൻ ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ പോവാതെ നെഞ്ചോട് ചേർത്ത് സാലി ആ കുഞ്ഞിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ പേര് സ്കാനിയ എന്നാണെന്നുള്ളത്. അത് വലിയ ഒരു ദേശസ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്തൊരു പ്രഖ്യാപനമായിരുന്നു. അടുത്ത കാലത്ത് ഡൽഹിയിൽ വെച്ച് ശ്രീ സാലിയെയും സ്കാനിയെയും വിളിച്ച് ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സ് ആദരിക്കുകയുണ്ടായി. ഇപ്പോൾ സ്കാനിയ ഒരു ഡോക്ടർ കൂടെയാണ്. നെന്മാറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിധിയിൽ വരുന്ന അയിലൂരിൽ സേവനമനുഷ്ഠിക്കുന്നു. അവരുടെ ആ ഒരു ഉയർന്ന ചിന്തയും ഉയർന്ന പ്രവൃത്തിയും ഉള്ള ആ പ്രഭാവലയത്തിൽ ഹലോ റെസിഡൻസ് അസോസിയേഷൻ കൂടെ ചേരുകയാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു സാലി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇവിടെ നെന്മാറ അയിലൂരാണ്. ഞാനും മിസ്റ്റർ മുരളിയും ഫാമിലി ഫ്രണ്ട്സാണ് കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട്. അപ്പോൾ നിരന്തരം മുരളിയായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയ ശേഷം പിന്നെ കുറച്ച് സൗദി അറേബ്യയിലായിരുന്നു, പിന്നെ അമേരിക്കൻ ആർമിയിലായിരുന്നു ഒരു 12.5 വർഷത്തോളം. തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ അന്ന് ചൈന ബോർഡറിലോട്ട് ഈ എക്വിപ്മെൻറ്റ്, ഈ ബൊഫേഴ്സ് ഗണ്ണെന്ന് പറയും, അത് രാഷ്ട്രീയ വിവാദമെല്ലാം ഉണ്ടായ വലിയൊരു എക്വിപ്മെൻറ്റാണ് ബൊഫേഴ്സ് ഗണ്ണ്. അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു ന്യൂസായിരുന്നു. അപ്പോൾ അന്ന് ചൈനയിൽ നിന്നുള്ള കടന്നുകയറ്റം ഇന്ത്യൻ ആർമിക്ക് എതിരെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ചൈന പട്ടാളം ഇന്ത്യയിലേക്ക് കുറച്ച് നുഴഞ്ഞായിട്ടുണ്ടായിരുന്നു. അതേപോലെ 1986-87 സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ബൊഫേഴ്സ് ലോഞ്ച് ചെയ്യുന്നത് 1985 അപ്പോൾ ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു ആർമി ട്രെയിനിങ് സ്കൂൾ ഓഫ് ആർട്ടിലറി ദേവലാലി എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ ഈ ബൊഫേഴ്സ് കണ്ടിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിങ് ചെയ്ത് അതിൻ്റെ ഫിനിഷിംഗ് ഘട്ടം എത്തുമ്പോഴാണ് അന്ന് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫായിരുന്ന ജനറൽ സുന്ദർജി
ഓപ്പറേഷൻ ഫാൽക്കൺ, അതായത് കാർഗിൽ യുദ്ധത്തിന് നമ്മൾ ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞ പോലെ ഓപ്പറേഷൻ ഫാൽക്കൺ എന്നുള്ള ഡിക്ലെയർ ചെയ്ത് അതിനൊരു പേര് വിളിച്ചു. അങ്ങനെ ഇന്ത്യൻ ആർമിയിലെ ആർട്ടിലറി വിഭാഗം, അതായത് ഹെവി എക്വിപ്മെൻ്റ് ഉള്ള എൻ്റെ യൂണിറ്റ് ആദ്യമായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ എൻ്റെ ബാച്ചാണ് ആദ്യമായി ചൈന ബോർഡറിലോട്ട് പോകുന്നതും അവരുടെ കടന്നുകയറ്റം വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രതിരോധിക്കുകയും അങ്ങോട്ട് ഫയർ ചെയ്യലും ആ നമ്മളുടെ എല്ലാ സെക്യൂരിറ്റിയും വീണ്ടും തിരിച്ചു കിട്ടേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ആർട്ടിലറി അവിടെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഗണ്ണിൻ്റെ ലെങ്ത് 18 മീറ്റേഴ്സാണ്, 18 മീറ്റർ ഉണ്ടായിരുന്നു, പിന്നെ പ്ലസ് സ്കാനിൻ്റെ ലെങ്ത്. അപ്പോൾ ഒരു അനേകായിരം, ഇവിടുത്തെ പോലെ നമ്മുടെ ചെറിയ ഒരു ദൂരമല്ല, ഏകദേശം 1100ഓളം കിലോമീറ്റർ ആസാമിൽ നിന്ന് അരുണാചലിലോട്ട് പോയിട്ട് ചൈന ബോർഡറിലെത്തണം, അത്രയും ലോങ്. അപ്പോൾ അതിന് പല പല ട്രാൻസ് ചേമ്പറുണ്ട്, പല ഹെയർ പിൻ ബെൻഡുകളുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഹെയർ പിൻ ബെൻഡിൽ വെച്ചിട്ട് പല പ്രാവശ്യം ഗണ്ണും വണ്ടിയും പിന്നിലോട്ടും മുന്നിലോട്ടും ആക്കേണ്ട വന്നു. അതിൻ്റെ പ്രഷർ ഓട്ടോമാറ്റിക് കുറച്ച് വണ്ടിൻ്റെ ഡൗണായി പോയി. വണ്ടിയും ഗണ്ണും കൂടിയിട്ട് ഒരു 3500 അടി താഴ്ചയിലോട്ട് ബാക്കിലോട്ട് വരികയായിരുന്നു. ആ സമയം എൻ്റെ ക്രൂ ക്യാബിനിലിരുന്ന 10-13ഓളം ഗൺ ഡിറ്റാച്ച്മെൻറ്റുകാരും എല്ലാവരും വണ്ടിയിൽ നിന്ന് ജമ്പ് ചെയ്തു. അവരിട്ട ക്യാപ്പ് ഊരി എന്നെ എറിഞ്ഞു. സാലി ജമ്പ് പറഞ്ഞു. എന്തോ ഞാൻ ജമ്പ് ചെയ്തില്ല, എനിക്ക് ജമ്പ് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എക്വിപ്മെൻറ്റ് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വണ്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. എന്തോ ഒരു മിറാക്കളാണ് അവിടെ സംഭവിച്ചത്. അതൊരു വല്ലാത്ത രീതിയിൽ ഞാൻ അതിനെ ടേൺ ചെയ്തിട്ട് ആ ഹെയർ പിൻ ബെൻഡിൽ ഈ പിന്നിലോട്ട് ഈ 3500 അടിയിലോട്ട് വീഴാൻ പോകുന്ന സാധനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വണ്ടി കുടുങ്ങി ഗണ്ണിൻ്റെ ടോയിങ് ഹുക്കിൽ തടഞ്ഞു നിൽക്കുക ചെയ്യുന്നത്. അങ്ങനെ ആ അത്ഭുതപരമായിട്ട് ആ ഇൻസിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ഞാൻ ആർമി ഉപേക്ഷിച്ചിട്ട് ഏകദേശം റിട്ടയർമെൻ്റ് ആയിട്ട് 25 വർഷമായി. അപ്പോൾ 39 വർഷത്തിന് ശേഷമാണ് എൻ്റെ കമാൻഡറായിരുന്ന, അന്ന് മേജർ റാങ്കായിരുന്നു, ഇന്നിപ്പോൾ ലെഫ്റ്റനൻറ്റ് ജനറലാണ് VK അലുവേലിയ, അദ്ദേഹം ജനറൽ ഒഡീസി ഗിവിങ് അപ്പ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ എന്നുള്ളൊരു ബുക്ക് ഇറങ്ങി. അത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ ഡിഫൻസിൻ്റെ ലൈബ്രറികളിലും വിദേശ രാജ്യങ്ങളിലെല്ലാം പോകുന്ന ബുക്കാണ്. ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിലുള്ള ആളാണല്ലോ. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞ ജൂലൈ 12-നായിരുന്നു. എന്നെ ഡൽഹിയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പങ്കെടുത്തു. അത് ഗംഭീരമായിട്ട് സ്വീകരണം തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് ജൂലൈ 20-ന് മനോരമയിൽ ഇതിനെപ്പറ്റിയുള്ള ആർട്ടിക്കൽ വരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം തന്നു. റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരെ ആദരിക്കാൻ വേണ്ടി അവിടെ വന്നത്. അതിനോടൊപ്പം എൻ്റെ കഥയും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് തന്നെയാണെങ്കിലും ഈ 165 വീട്ടുകാരും നിങ്ങളെടുത്ത ഈ എഫർട്ട് അത് വളരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പറ്റുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ, അയാൾ കേണലിലാണ്, ന്യൂറോ സർജനാണ്, ബാംഗ്ലൂരിലുള്ള കമാൻഡ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ ഈ ഹലോ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹം എന്നോട് വാഗ്ദാനം ചെയ്തു, അടുത്ത ആഴ്ച ഞാൻ എന്തായാലും കേരളത്തിൽ വരുന്നുണ്ട്, എനിക്ക് സാലി തീർച്ചയായിട്ടും ഈ സംഘാടകരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇന്ന് രാത്രി ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോകണം. ഇവിടെ വന്നു. അപ്പോൾ ആ ചടങ്ങ് നിർവഹിക്കപ്പെട്ടു. ഞങ്ങൾക്ക് വളരെ ഹാപ്പി. ഈ 165 അംഗങ്ങൾക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും എൻ്റെ അവിടെ നിന്ന് വന്ന ഈ ന്യൂറോ സർജൻ കേണൽ ബിജു ഇബ്രഹാം അദ്ദേഹത്തിൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.